24-hour chick embryo. Good morning, all of you. In the previous class, yesterday, we discussed about always reached almost half of the structure of a 24-hour chick embryo. 24-hour chick embryo structure ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. Then yesterday we said the area, opaca area, pellucida. Area pellucida region embryoയും area opaca region യോക്കും ആയിരിക്കും. എന്നിട്ട് നമ്മൾ പറഞ്ഞു പ്രോ amnion എന്ന് പറഞ്ഞൊരു region ഉണ്ട്. Mesoderm free area in the area pellucida. Area pellucida എന്ന് പറയുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള region ആണ്. That region is called എന്താണ് ഈ പാർട്ട് പ്രോ amnion എന്ന് പറയുന്ന ഈ പാർട്ടിലാണ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്. And the mesoderm cells will spread. അങ്ങനെ 4 morphogenetic movements ഫലമായിട്ടാണ് ചിക്ക് എംബ്രിയോയുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഏതൊക്കെയായിരുന്നു? കൺവേർജൻസ്, ഇൻവല്യൂഷൻ ആൻഡ് സ്പ്രെഡിങ്. These are the 3 main morphogenetic movement which result in the formation of a 24-hour chick embryo. 24 മണിക്കൂർ ചിക്ക് എംബ്രിയോ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഈ 3 മൂവ്മെന്റ് ആണ്. കൺവേർജൻസ് നമ്മൾ പറഞ്ഞു ആദ്യത്തത് പ്രിമിറ്റീവ് സ്ട്രേക്ക് ഫോം ചെയ്യുന്നു. എന്നിട്ട് സ്പ്രെഡിങ് എന്താണ്? മീസോഡേം സെൽസ് സൈഡിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ഈ 2 സൈഡിലോട്ട് മീസോഡേം സെൽസ് സ്പ്രെഡ് ചെയ്യുന്നു. ആൻഡ് ഇൻവല്യൂഷൻ, സെൽസ് പ്രിമിറ്റീവ് സ്ട്രേക്ക് വഴി അകത്തേക്ക് മൂവ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഹൗ 24-hour chick embryo is being formed. ഇനി 24-hour chick embryoയുടെ കേസിൽ യെസ്റ്റർഡേ വി എന്താണ് reached till this somites ഇല്ലേ? സോമൈറ്റ്സിന്റെ കണക്കാണ് നമ്മൾ പറഞ്ഞത്. സോമൈറ്റ്സ് എന്ന് വെച്ചാൽ സോമൈറ്റ്സ് സ്റ്റാർട്ട് അപ്പിയറിംഗ് അറ്റ് 20th hour. 20ാമത്തെ മണിക്കൂറിലാവുമ്പോഴേക്കും സോമൈറ്റ്സ് അപ്പിയർ ചെയ്യാൻ തുടങ്ങും. 21ാമത്തെ മണിക്കൂറിൽ 20 + 1 21st അവറിൽ 4 സോമൈറ്റ്സ് കാണും അല്ലേ? 22 22ാമത്തെ മണിക്കൂറിൽ 22nd hour there are എന്താണ് 1 more pair of ഓരോ പെയർ സോമൈറ്റ്സ് അപ്പിയർ ചെയ്യും. 21ാമത്തെ മണിക്കൂറിൽ ഒരു പെയർ സോമൈറ്റ്സ് അപ്പിയർ ചെയ്യും. 22ആകുമ്പോൾ 2 പെയർ സോമൈറ്റ്സ്. 23 ആകുമ്പോൾ 4 പെയർ സോമൈറ്റ്സ്. 24 ആകുമ്പോഴേക്കും 4 പെയർ സോമൈറ്റ്സ്. അങ്ങനെ 24 മണിക്കൂർ ചിക്ക് എംബ്രിയോയിൽ 4 pairs of somites will be there. Till that we reach. ഇതാണ് somites. These are the somites which are from which the muscles and all develop. അതിനെയാണ് somites എന്ന് പറയുന്നത്. So keep on 50 hour ആകുമ്പോഴേക്കും അങ്ങനെ ആഡ് ചെയ്ത് സോമൈറ്റ്സിന്റെ എണ്ണം കൂടും. Then next is the intermediate mesoderm. Intermediate mesoderm is the thin and narrow plate of cells connecting the dorsal and lateral mesoderm. Dorsal mesoderm lateral സൈഡിലുള്ള mesoderm cells. Dorsal mesoderm and lateral mesoderms തമ്മിൽ കണക്ട് ചെയ്യുന്ന സെൽസിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് mesoderm എന്ന് പറയുന്നത്. And intermediate mesoderm is also called nephrotomic plate. Intermediate mesoderm is also called nephrotomic plate. Intermediate mesoderm is also called nephrotomic plate. Nephrotomic plate. Nephrotomic plate എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നെഫ്രോസൈറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. നെഫ്രോട്ടോമിക് പ്ലേറ്റ്. നെഫ്രോട്ടോമിക് പ്ലേറ്റിൽ നിന്നാണ് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഇല്ലേ? നെഫ്രോട്ടോമിക് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ആ പേരുമായിട്ട് സിമിലാരിറ്റി ഉള്ള ടേം എന്താണ്? Nephron are those structures which are involved in the excretion ഇല്ലേ? കിഡ്നിയിലുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ നെഫ്രോട്ടോമിക് പ്ലേറ്റ് എന്ന് വെച്ചാൽ ആ സെല്ലിൽ നെഫ്രോട്ടോമിക് പ്ലേറ്റ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് സെൽസിൽ നിന്നാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം അല്ലെങ്കിൽ കിഡ്നീസ് ഒക്കെ
ഡെവലപ്പ് ചെയ്യുന്ന അതിനെയാണ് നെഫ്രോട്ടോമിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി നെഫ്രോട്ടോമിക് പ്ലേറ്റ് എങ്ങനെ ഫോം ചെയ്യുന്ന ദാറ്റ് ഈസ് ദി ഇന്റർമീഡിയറ്റ് മീസോഡേമിൽ നിന്നാണ് നെഫ്രോട്ടോമിക് പ്ലേറ്റ് ഫോം ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് മീസോഡേം എങ്ങനെ ഫോം ചെയ്യുന്നത്? ഡോർസൽ ആൻഡ് ലാറ്ററൽ മീസോഡേം constitute together for the nephrotomic plate. That's known as nephrotomic plate. 24-hour chicken brewer description ആണ് പറയുന്ന nephrotomic plate. ഇതെല്ലാം നമ്മൾ സോമൈറ്റ്സ് വരെ പറഞ്ഞു നിർത്തിയതാണ്. Then next is lateral mesoderm. The lateral mesoderm are the lateral mesoderm. Lateral mesoderm എന്ന് വെച്ചാൽ രണ്ട് സൈഡിലുള്ള mesoderm. In your picture also there is a picture. Lateral mesoderm means സൈഡിൽ ഉള്ളതിനാണ് lateral mesoderm എന്ന് പറയുന്നത്. Lateral mesoderm actually have no segments. പ്രത്യേകിച്ച് divisions ഒന്നുമില്ല. And this lateral mesoderm is differentiated from the intermediate mesoderm, and the mesoderm layer near the ectoderm is called somatic layer. ectodermന് ചേർന്ന് കാണുന്ന mesodermനെയാണ് it is called the somatic layer. ectodermനോട് ചേർന്ന് കാണുന്ന mesodermനെയാണ് somatic layer എന്ന് പറയുന്നത്. And the mesoderm layer next to endoderm forms the splanchnic mesoderm. അപ്പോൾ രണ്ട് terms ഉണ്ട്. Two terms are there. One is the lateral mesoderm in the case വരുന്നതാണ് somatic layer. Somatic layer. Somatic layer. Somatic layer. Somatic layer and mesodermal layer. ഇത് രണ്ടുമാണ് ഓർത്തിരിക്കേണ്ട രണ്ട് ടേംസ്. somatic layer and mesodermal layer. somatic layer എവിടെ നിന്ന് ഫോം ചെയ്യുന്നു? That is the somatic layer, the mesoderm near the ectoderm. Somatic layer means it is near the ectoderm. ectodermനോട് ചേർന്ന് കാണുന്നതിനെയാണ് somatic layer എന്ന് പറയുന്നത്. Then mesodermal layer. Mesodermal layer is layer എന്ന് പറയുന്നത് it is the mesodermal layer next to endoderm. Mesoderm layer near to endoderm is called the splanchnic mesoderm. Splanchnic mesoderm. Splanchnic mesoderm എന്ന് പറഞ്ഞാൽ the mesoderm layer near to endoderm. അപ്പോൾ somatic layer എന്ന് വെച്ചാൽ എന്താണ്? mesoderm near to ectodermനെയാണ് somatic layer എന്ന് പറയുന്നത്. So these two terms we have to keep in mind. Somatic layer and splanchnic mesoderm. Splanchnic mesoderm and somatic layers. Splanchnic mesoderm എന്ന് പറയുന്നത് it is near to the mesodermal layer near to the endoderm is called the splanchnic mesoderm. The mesodermal layer near to endoderm is called splanchnic mesoderm, and the somatic layer is mesoderm near to ectoderm. അങ്ങനെ in development the somatic mesoderm and the ectoderm development സമയത്ത് somatic mesoderm during the development the somatic mesoderm and ectoderm remain associated with each other. development സമയത്ത് somatic mesoderm ectoderm അടുത്തടുത്ത് കാണുന്നു and they give rise to form the somatopleure. In development the somatic mesoderm അതാണ് ഈ കാണിച്ചിരിക്കുന്നത് somatic mesoderm or the somatic layer development സമയത്ത് somatic mesoderm ectoderm
അടുത്തടുത്ത് കാണുന്നു. അതിനെ പറയുന്ന പേരാണ് സൊമാറ്റോപ്ലിയൂർ. സൊമാറ്റോപ്ലിയൂർ. ഈ ടേംസ് ഒക്കെ ഓർത്തിരുന്നോണെ. സൊമാറ്റോപ്ലിയൂർ. 3 ടേംസ് ആയി. സൊമാറ്റോപ്ലിയൂർ മീൻസ് somatic mesoderm plus ectoderm. Somatic mesoderm plus ectoderm. ഇതിനെയാണ് സൊമാറ്റോപ്ലിയൂർ എന്ന് പറയുന്നത്. സൊമാറ്റോപ്ലിയൂർ ഈസ് somatic mesoderm plus ectoderm. Then, similarly, the splanchnic mesoderm and endoderm lie close to each other, forming the splanchnopleur. Somatopleur ആയി. Next is splanchnic mesoderm. ഈ രണ്ട് ടേംസും extra embryonic membranes വരും. That is, so you have to keep this in mind. Somatic pleur and the splanchno or splanchnic mesoderm and endoderm. Splanchnopleur. Splanchnopleur. Splanchnopleur means splanchnopleur is splanchnic mesoderm plus endoderm. Splanchnopleur is splanchnic mesoderm plus endoderm. ഇതിനെയാണ് splanchnopleur എന്ന് പറയുന്നത്. So, somatopleur and splanchnopleur. Somatopleur എന്ന് വെച്ചാൽ somatic mesoderm. നമ്മുടെ സോമൈറ്റ്സ് കാണുന്ന റീജിയൻ. അതാണ് somatic mesoderm plus ectoderm form the somatopleur. ഇനി splanchnopleur എന്ന് വെച്ചാൽ splanchnic mesoderm plus endoderm. These two terms you have to keep in mind. Somatopleur, somatic mesoderm, ectoderm കൂടെ ചേർന്ന സ്ട്രക്ചർ. Splanchnopleur, splanchnic mesoderm, endoderm ചേർന്നുള്ളത്. That is splanchnopleur. Then next is the formation of a coelom. The coelom appears between the somatic and splanchnic layer. Somatic layerന്റെയും splanchnic layerന്റെയും ഇടയ്ക്കായിട്ടാണ്. So ഈ രണ്ട് ടേമും keep in mind clearly. That is somatopleur and splanchnopleur. എവിടെ നിന്നാണ് coelom ഫോം ചെയ്യുന്നത്? It appears between the somatic and the splanchnic layer of the mesoderm. It appears between the somatic and the splanchnic mesoderm. Splanchnic mesoderm somatic mesoderm ഇടയ്ക്ക് നിന്നാണ് coelom arise ചെയ്യുന്നത്. Then the embryonic and extra embryonic coelom is not separated. Next is formation of blood islands. Formation of blood islands. Yesterday I said the formation of blood islands വരുന്നതാണ് the extra embryonic ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ യോക്കിൽ നിന്നും ബ്ലഡ് കാപ്പിലറീസ് വഴി എന്താണ് ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നത്. ഇറ്റ് ഈസ് ഫ്രം ദി ബ്ലഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ഐലൻഡ്സ്. Then next is formation of pericardial region. Pericardial region, yesterday we said about the pericardial region. Pericardial region is a pocket-like structure arising that is known as the pericardial cavity, and the splanchnic mesoderm lies very close to the splanchnic mesoderm lies close to the endoderm at the lateral margin and it gets thickened. അങ്ങനെ thicken ചെയ്യുന്ന splanchnic mesoderm ആണ് paired primordia of the heart ആയിട്ട്
മാറുന്നത്. അപ്പൊ 24-hour chick embryoയിൽ എന്തിന്റെയൊക്കെ ഡെവലപ്മെന്റ് നടന്നു? ഹെഡിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, ഗട്ടിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, ദെൻ ഹാർട്ടിന്റെ ഡെവലപ്മെന്റും സ്റ്റാർട്ട് ചെയ്തു ഇല്ലേ? ഒരു പൗച്ച് പോലെ എറൈസ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്താണ് ഹാർട്ട് എറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെരികാർഡിയൽ സ്പേസ് എന്ന് പറയുന്നത്. പെരികാർഡിയൽ സ്പേസിൽ നിന്നും ഹാർട്ടും ഒറിജിനേറ്റ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ സ്ട്രക്ചേഴ്സ് വിച്ച് ഇസ് ഡെവലപ്പിംഗ് ഇൻ ദി 24-hour chick embryo. അപ്പൊ 24-hour chick embryoയുടെ salient features എന്താണ്? Primary streak is fully formed. Then new rectoderm is well developed, from which the neural fold and neural groove arises. Henson's node is fully developed, and from the Henson's node arises the head process. Then foregutum head fold arise ചെയ്യുന്നു, somites arise ചെയ്യുന്നു, blood islands എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നു ഡെവലപ്പ് ചെയ്യാനായിട്ട്. Then coelom develop ചെയ്യുന്നു. These are the main key points of the 24-hour chick embryo, and you have to give step by step the description as I said. Then with the picture. Now the differentiation of area vasculosa. Area vasculosa യുടെ കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. Area vasculosa എന്ന് വെച്ചാൽ ഇപ്പം ഇത് ചിക്കാണ് എങ്കിൽ this region is called area pellucida ഇല്ലേ? നടുക്കത്തെ ട്രാൻസ്പെറന്റ് റീജിയനെയാണ് ഏരിയ പെലൂസിഡ എന്ന് പറയുന്നത്. ചുറ്റുമുള്ള റീജിയനെ എന്താണ്? ഏരിയ ഒപ്പേക്ക എന്ന് പറയുന്നു. ഇനി ഏരിയ ഒപ്പേക്ക എന്താണ്? രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഏരിയ ഒപ്പേക്ക രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ദ ഏരിയ ഒപ്പേക്ക വിൽ ഡിഫറൻഷിയേറ്റ് ടു ഫോം two regions. One is outer region is area vasculosa. The outer region is area vasculosa, and the inner region is called area vasculosa, and the outer region is called the area vitellina. appo porathulla region this is area vitellina, and this is area vasculosa. Karyam area vasculosa means yesterday I said the blood capillaries start arising at the area vasculosa. So area pellucida and area opaca have almost the same structure, and the area opaca becomes darker because of the presence of the yolk granules and the presence of the mesodermal cells. And the yolk alone is be found beneath this layer, and this is area the area opaca will differentiate into area vasculosa and area vitellina. Now we move on to the extra embryonic membranes in birds. Now, next is the extra embryonic membranes. About 20, as per your syllabus, you need to study only the 24-hour chick embryo with the diagram and description. And now we'll have a look at the extra embryonic membrane. Extra embryonic membrane എന്ന് പറഞ്ഞാൽ എന്താണ്? Hope you remember the picture which I told you. I said epiblast hypoblast segregation ആണ് first step in the formation of a embryo. അല്ലെ, gastrulation സ്റ്റാർട്ട് ചെയ്യുന്നതിൽ രണ്ട് phases ഉണ്ട്. ഫസ്റ്റ് വാസ് എന്താണ്? epiblast hypoblast segregation അല്ലെ. epiblast hypoblast segregation ആണ് ഫസ്റ്റ് ഫേസ്. അതിൽ എപ്പിബ്ലാസ്റ്റിൽ നിന്നാണ് എന്താണ് the embryo proper ഡെവലപ്പ് ചെയ്യുന്നത്. ഹൈപ്പോബ്ലാസ്റ്റിലുള്ള സെൽസ് മൂവ്മെന്റിന് ശേഷം will get differentiated in the formation of extra embryonic membranes എന്ന് ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ ഡെവലപ്മെന്റ് ദ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് എല്ലാ ഡെവലപ്പിംഗ് എംബ്രിയോയുടെ കേസിലും എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഉണ്ട്. അത് ഇന്റേണൽ ഡെവലപ്മെന്റ് ആണെങ്കിലും എക്സ്റ്റേണൽ ഡെവലപ്മെന്റ് ആണെങ്കിലും സ്ലൈറ്റ് ഡിഫറൻസ് ഇസ് ദെയർ. ഇനി all the extra embryonic membranes are fully developed in case of the animals. ഏതൊക്കെ അനിമൽസിലാണോ ഡെവലപ്മെന്റ് ഫുൾ ആയിട്ടും
മദറിന്റെ ബോഡിയുടെ വെളിയിൽ വെച്ച് നടക്കുന്നത്. അത്തരം എംബ്രിയോസിന് all the 4 extra embryonic membranes will be functional. For example, reptilian and bird's egg. What are the functions of extra embryonic membranes? The main functions of extra embryonic membranes are 1. Protection. Embryoയ്ക്ക് protection കൊടുക്കുന്നു. വെളിയിൽ നിന്നുള്ള ഷേക്ക് ഒന്നും embryoയിൽ എത്താതിരിക്കാനായിട്ട് it gives protection. 2. It gives nourishment. The functions of extra embryonic membranes are protection, nourishment. ഇത് രണ്ടുമാണ് main. First two are protection, then nourishment. Protection, nourishment to the developing embryo, then it helps in respiration and excretion. It helps in respiration and excretion. ഇത് നാലുമാണ് പ്രധാനമായിട്ടും എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിന്റെ ഫംഗ്ഷൻ. പിന്നെ എന്താണ് എക്സ്റ്റേണൽ ഷോക്ക് അല്ലെങ്കിൽ ഷേക്കിൽ നിന്നെല്ലാം എംബ്രിയോയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. These are the functions, main functions of the extra embryonic membrane. So they are protection, nourishment, respiration and excretion. ഇനി ഏതൊക്കെയാണ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ്? Let's see which are the extra embryonic membranes present in case of the chick. ചിക്കിലുള്ള എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഏതൊക്കെയാണ്? എക്സ്ട്രാ എംബ്രിയോയുടെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നതാണ് എക്സ്ട്രാ എന്ന് പറയുന്നത്. എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് മീൻസ് ദോസ് മെംബ്രെയിൻസ് which support the embryo is called extra embryonic. Then they are amnion. You can see here the extra embryonic membranes are amnion, then chorion. The chorion membrane is also called serosa. The chorion membrane is also called serosa, amnion, chorion, allantois. Amnion, chorion, allantois and yolk sac. ഇത്രയുമാണ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ here you can see in this picture you can see the embryo here. അല്ലേ, ഇതാണ് embryo. This is the embryo. Then embryoയുടെ തൊട്ട് ചേർന്ന് അല്ലേ, എംബ്രിയോയോട് ചേർന്ന് കിടക്കുകയാണ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ്. അപ്പോൾ this is എന്താണ് ഏറ്റവും ചേർന്ന് കിടക്കുന്ന membrane ഏതാണ്? The membrane which is very close to the developing embryo is amnion. അല്ലേ, ഇതാ എംബ്രിയോയുടെ ചേർന്ന് കിടക്കുന്നത് it is amnion. Just near you can see here the embryonic membrane which is away from the embryo is chorion. So ഇത് amnion എന്ന് പറയുന്നത് innermost മെംബ്രെയിൻ ആണ്, അല്ലെങ്കിൽ എംബ്രിയോയോട് ചേർന്ന് കാണുന്ന മെംബ്രെയിൻ എന്ന് പറയുന്നത് it is amnion. Amnion is the innermost membrane and chorion is the outermost membrane. Chorion is the outermost membrane and amnion is the innermost membrane. The amnion നകത്താണ് amniotic cavity with amniotic fluid ഉള്ളത്. amniotic fluid acts as a shock absorber. ചെറുതായിട്ടൊക്കെ അനങ്ങുകയോ കുലുങ്ങുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എംബ്രിയോയിലെ അത് അഫക്റ്റ് ചെയ്യില്ല. That is why it is called എന്താണ് amniotic fluidന്റെ ഫംഗ്ഷൻ അതാണ്. അപ്പോൾ എംബ്രിയോയോട് ചേർന്ന് കാണുന്നത് amniotic fluid. Amniotic fluid acts as a shock absorber for the developing embryo. In early chick embryos, നമ്മൾ സൊമാറ്റോപ്ലൂറും
splanchnopleure എന്താണെന്ന് I told you earlier. In early chick embryo, the somatopleure and splanchnopleure. Hope you remember. That is why I wrote and showed you what somatopleure and splanchnopleure is. Somatopleure എന്ന് വെച്ചാൽ എന്തായിരുന്നു? Somatic mesoderm plus ectoderm. Somatic mesoderm plus ectoderമിനെയാണ് somatopleure എന്ന് പറയുന്നത്. Splanchnic mesodermum and endoderm forms the splanchnopleurum. So these two, that is somatopleure, splanchnopleurum, they extend peripherally over the yolk sac beyond the region where the body of embryo is being formed. Here you can see a yolk sac. Yolk sac നമ്മൾ പറയുന്ന yolk അല്ലെങ്കിൽ മഞ്ഞക്കരു. മഞ്ഞക്കരുവിനകത്തുനിന്ന് ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ നറിഷ്മെന്റ് കിട്ടുന്നത് ഇറ്റ് ഇസ് ഫ്രം ദിസ് യോക്ക് സാക്ക് അല്ലെങ്കിൽ വിറ്റലിനകത്തുനിന്ന് യോക്ക് സാക്കിനകത്തുനിന്ന് ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് ഫുഡ് കിട്ടുന്നു. Now we'll see the development of amnion and chorion first. First is amnion. Amnion എന്ന് പറയുന്ന എംബ്രിയോയുടെ ഏറ്റവും അടുത്ത് കാണുന്ന മെംബ്രെയിനെയാണ് amnion. The membrane which is very close to the embryo is called the amnion. Then amnion has a sac and the cavity inside the amnion is called amniotic. The fluid inside is amniotic fluid. Fluid acts as helps as a shock absorber acts as a shock absorber by preventing the external pressures on the embryo. ഇനി chorion എന്ന് പറയുന്നത് outermost layer ആണ്. chorionന്റെ function എന്ന് പറയുന്നത് it is mainly vascular and it is highly vascular and it is respiratory surface. chorion എന്ന് പറയുന്ന outermost embryonic membrane, amnion innermost embryonic membrane. Outermost embryonic membrane ആയ chorionന്റെ function എന്താണ്? Mainly it is the respiratory in function. ഏറ്റവും പുറത്ത് കാണുന്നത് കൊണ്ട് it is respiratory in function. കാരണം porous ആയിട്ടുള്ള ഷെല്ലിൽ നിന്നും it can oxygen helps in the exchange of the respiratory gases to the developing embryo. In these two membranes, amnion and chorion, develop from the somatopleure. amnionum chorionum somatopleure ൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. somatopleure എന്ന് വെച്ചാൽ എന്താണ്? That is the somatic mesoderm. Now, the first indication of the amnion formation occur in 30-hour chick embryo. amnion develop ചെയ്ത് start ചെയ്യുന്നത് 30ാമത്തെ മണിക്കൂർ. നമ്മൾ 24-hour chick embryoയുടെ structure ആണ് you need to study. 30-hour incubation ആകുമ്പോഴാണ് extra embryonic membranes develop ചെയ്യാനായിട്ട് start ചെയ്യുന്നത്. So, the somatopleure in front of the head is elevated to form a cephalic head fold. Then, the crescent region appear over the head of the embryo as a double-walled cup. എന്താ പിക്ചറിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? primitive streakന്റെ ഒരു double-walled cup-like structure ആണ് head fold ആയിട്ട് arise ചെയ്യുന്നത്. ഇനി the amniotic fold consists of two limbs. amniotic fold has two limbs, the inner and both consisting of the ectoderm and a thin layer of somatic mesoderm. This is the amniotic fold. The outer limb constitutes the chorion and the inner limb combines with the amnion. The amniotic cavity, I said, it is gives as contains amniotic fluid and function as a shock absorber. In amnion, വലുതാവും. embryo എപ്പോഴും water filled ആയിരിക്കും. That is why we say early embryonic development all the embryo will be found. Human embryo ആണെങ്കിലും amniotic fluidലാണ്. all the embryo will be having amnion. amnion എന്ന് പറയുന്ന extra embryonic membrane എല്ലാ embryosനും കാണും. That is why in evolution we say the organisms start or
ആദ്യം ജീവൻ ഉണ്ടായത് വെള്ളത്തിലാണ് എന്ന് പറയുന്നതിന്റെ ഒരു എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ആണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ഡെവലപ്മെന്റ് സമയത്ത് എംബ്രിയോ എക്സിസ്റ്റ് ചെയ്യുന്നത്. The space between the amnion and chorion is called zero-amniotic cavity. Then the functions of amnion are it protects the embryo from mechanical shock. External shock il ninnum pressure il ninnum embryo protect cheyunu. Adana amnionde function. Then it provides the aquatic environment. Adana ഞാൻ പറഞ്ഞ developing embryoയ്ക്ക് ഒരു fluid atmosphere കൊടുക്കുന്നു. That is, amnion provides the aquatic environment for the developing embryo. 3, it keeps the embryo in moist condition. Embryoയെ dry ആകാതെ എപ്പോഴും moist conditionൽ വെക്കുന്നതാണ് this amnionന്റെ function. Then the rhythmic movement of the amnion tissue addition and subsequent malformations are prevented during the development. ഇല്ലേ, അതൊരു വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് വലുതായിട്ടുള്ള പുറത്തുനിന്നുള്ള തട്ടോ മുട്ടോ ഒന്നും വേഗം എംബ്രിയോയ്ക്ക് എത്തത്തില്ല. വളരെ ഹാർഡായിട്ടാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ചെറിയ രീതിയിലുള്ള പ്രഷർ ചേഞ്ചസും ഷോക്സും മൂവ്മെന്റ് ഒന്നും എംബ്രിയോയെ എഫക്ട് ചെയ്യില്ല. That is amnion. So amnion is the thin membrane which lies very close to the developing embryo. It provides a moist condition or a fluid condition around the embryo. It prevents the shock. It acts as a shock absorber. Now, next is chorion. Chorion the function in the kernel. It's around chorion and the outermost membrane, and the chorion is highly vascular and it serves as a respiratory structure. So, ഇവിടെ നമ്മൾ പറഞ്ഞ രണ്ട് structures ആണ്. ഒന്ന് amnion. Here you can see this is the amnion and we said about the chorion. Chorion എന്ന് പറയുന്ന outermost layer, amnion എന്ന് പറയുന്നത് innermost layer ആണ്. Now, next is yolk sac. Yolk sac contains yolk mass. ഇവിടെ കാണാം yolk sac. ഇല്ലേ, yolk അകത്തുള്ള സാക്കിനെയാണ്. That is known as yolk sac. This is എന്താണ്, യോക്കിൽ നിന്നും ന്യൂട്രിയൻസ് അല്ലെങ്കിൽ നറിഷ്മെന്റ് എംബ്രിയോയ്ക്ക് കിട്ടുന്നത് it is from this yolk sac. അപ്പോൾ yolk sac it is the primitive structure found in the yolk. Yolk കൂടുതൽ ഉള്ള എഗ്ഗിലാണ് യോക്ക് സാക്ക് വെൽ ഡെവലപ്ഡ് ആയിട്ട് കാണുന്നത്. അല്ലാത്ത എഗ്സിൽ അത് റൂഡിമെന്ററി ആയിരിക്കും. ഇപ്പൊ മെമ്മേലിയൻ എഗ്ഗിലൊക്കെ ആണെങ്കിൽ എന്താണ്, ഡെവലപ്മെന്റ് ബോഡിക്കകത്ത് നടക്കുന്ന ഓർഗാനിസം ആണെങ്കിൽ എന്താണ്, ഫുഡ് അങ്ങനെ ശേഖരിച്ച് വെക്കേണ്ട കാര്യം വരുന്നില്ല. സോ അത്തരം എഗ്ഗില് ഡെവലപ്പിംഗ് എംബ്രിയോയില് യോക്ക് സാക്ക് റൂഡിമെന്ററി ആയിരിക്കും. മെമ്മേലിയൻ എഗ് ഡെവലപ്മെന്റ് എന്താണ്, നമ്മുടെ egg laying mammals ഒഴിച്ച് those mammals other than egg laying mammals are taking nutrients from the body of mother, so they need not store the yolk in the egg. So ആ എഗ്ഗില് yolk sac rudimentary ആയിരിക്കും. ബേർഡ്സിന്റെയും റെപ്റ്റൈൽസിന്റെയും എഗ്ഗില് yolk sac will be very much functional. കാരണം യോക്കിൽ നിന്നാണ് ആ 21 ദിവസവും കോഴിക്കുഞ്ഞിന് എന്താണ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഫുഡ് കിട്ടേണ്ടത്. That is known as yolk sac. Yolk sac is the extra embryonic splanchnoplure. ഈ ടേംസ് ഓർത്തിരിക്കുക, splanchnoplure. So the floor of the foregut and the hindgut is established with the development of head and tail folds. And the yolk sac is connected to the midgut by a narrow stalk called the yolk stalk. That kando yolk sac il ninnum, here you can see this is the yolk sac. Yolk sac il ninnum embryo ode midgut region lote towards the
midgut region of the embryo, there is a stalk called the yolk sac stalk. എന്ന് വെച്ചാൽ ഒരു കണക്ഷൻ, ഒരു സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ പൂവിന്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ലോവർ പോർഷൻ ഓഫ് ദി ഫ്ലവർ. അതുപോലെ യോക്കിൽ നിന്നും ഒരു ചാനൽ പോലെ അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ സ്ട്രക്ചർ വിൽ ബി കണക്റ്റഡ് ടു ദ മിഡ്ഗട്ട് റീജിയൻ ഓഫ് ദ എംബ്രിയോ. ദിസ് ഇസ് ദ മിഡ്ഗട്ട്. അപ്പൊ യോക്ക് ഇതുവഴി എന്താണ് എംബ്രിയോക്ക് കിട്ടുന്നു. The yolk sac is connected to the embryo at the midgut region through which that stalk is called the yolk sac stalk. And that is through the yolk sac stalk the embryo will get the nutrients. So the functions of yolk sac are, it serves as a sac for storage. ഒരു ചാക്ക് അല്ലെ yolk sac എന്ന് വെച്ചാൽ storage region for the yolk, and this yolk is also called vitelline. It helps in digestion and absorption of yolk. Yolk sac nutrients provide ചെയ്യുന്നു, that is the main function. It helps in digestion and absorption of yolk. Third is it performs respiration during the early stage of development. Early development stage ൽ yolk sac കുറച്ച് respiration help ചെയ്യുന്നു. കാരണം chorion is the outermost layer. Yolk sac early development stage ൽ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ chorion ആണ് respiration help ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ പഠിച്ച 3 membranes ഏതായിരുന്നു? amnion, എംബ്രിയോയുടെ ചേർന്ന് കാണുന്ന മെംബ്രെയിൻ ആണ്. amnionൽ amniotic fluid ഉണ്ട്. മെയിൻ ഫംഗ്ഷൻ ഷോക്ക് അബ്സോർബർ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ട് chorion, outermost membrane, helps in respiration of the embryo. മൂന്നാമത്തെ പഠിച്ചത് yolk sac. yolk sac എന്ന് പറയുന്നത് യോക്ക് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് സപ്ലൈക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. yolk sac is the storage or area of yolk. So yolk sac is connected to the embryo by the yolk sac stalk. യോക്ക് ഡെവലപ്പ് ചെയ്യുന്ന യോക്ക് യൂസ് ചെയ്യുന്നത് അനുസരിച്ച് എന്താണ് യോക്ക് എന്താണ് യോക്ക് സാക്ക് ചെറുതായിട്ട് വരും. ഐ വിൽ ഷോ യു ദ പിക്ചർ ഓഫ് ദ day 1 to day 21 ഓഫ് ഡെവലപ്പിംഗ് എഗ്. ഇനി യോക്ക് സാക്ക്, ഈ റെഡ്യൂസ്ഡ് യോക്ക് സാക്ക് എംബ്രിയോയുടെ മിഡ്ഗട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. എന്നിട്ട് എന്താണ് മുട്ട പൊട്ടിയൊക്കെ പോകുമ്പോഴേക്കും വിൽ ബി given out or expelled out from the eggshell. Next is development of allantois, the E structure. Next is development of allantois. Allantois in the function എന്തൊക്കെയാണ്? Development allantois is a large sac-like structure. Reptilesന്റെയും ബേർഡ്സിന്റെയും ഏകദേശം ഒരുപോലെയാണ്. കാരണം എന്താണ്, പുറത്താണ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. So the allantois is the embryonic membrane. Here you can see this is allantois. ഇത്രയും ഭാഗത്തിനെയാണ് allantois എന്ന് പറയുന്നത്. allantois എന്ന് പറഞ്ഞാൽ എന്താണ്, amnionന്റെയും chorionന്റെയും ഇടയ്ക്ക് കാണുന്ന ഒരു എക്സ്ട്രാ എംബ്രിയോണിക് membrane ആണ്. And this extra embryonic membrane is of very importance in case of birds. കാരണം during the third day of incubation മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും the foregut of the lower region of the hindgut begins to bulge out as a diverticulum, which gives rise to allantois. It consists of inner endoderm and allantois എന്ന് പറയുന്നത് it is made up of inner endoderm. Inner region is endoderm and outer splanchnic layer. And it has a allantoic stalk. The allantois ഇതുപോലെ നമ്മുടെ yolk sac-ന്റെ stalk പോലെ allantois also joins with the embryo at the gut region by a stalk-like structure, and that's known as the allantoic stalk. Allantoic stalk will spread all over the embryo and the
യോക്ക് സാക്ക്. അലൻറ്റോയ്സിന്റെ പ്രത്യേകത it will spread all over the embryo. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം അമ്നിയോണിന്റെ പുറത്ത്. അമ്നിയോൺ എന്ന് പറയുന്നത് എംബ്രിയോയോട് ചേർന്ന് കാണുന്നതാണ്. അലൻറ്റോയ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതായിട്ട് അമ്നിയോണിന് ചുറ്റും, അതുപോലെ ഇറ്റ് ഇസ് ഹാവിംഗ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഓൾ ദി എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ. അലൻറ്റോയ്സിന്റെ പ്രത്യേകത എല്ലാ മെംബ്രെയിൻസുമായിട്ടും, അതായത് അമ്നിയോൺ, കോറിയോൺ, യോക്ക് സാക്ക്, ഇത് മൂന്നുമായിട്ടും, മൂന്നിന്റെയും നടുക്കായിട്ട് അല്ലെങ്കിൽ മൂന്നുമായിട്ടും ഒരു വോള് ഷെയർ ചെയ്യുന്ന സ്ട്രക്ചറാണ് അലൻറ്റോയ്സ് എന്ന് പറയുന്നത്. സോ the blood vessels of the chorioallantoic membrane lie just within the porous shell and it permits the easy exchange of gas. അപ്പോൾ കോറിയോണിൽ നിന്നും അലൻറ്റോയ്സിലോട്ട് വരുന്നു ഗ്യാസസ്, അലൻറ്റോയ്സിൽ നിന്നും എംബ്രിയോയിലോട്ട് the gases, the respiratory gas is being transported. So the allantoic blood vessels are connected to the heart and the circulation helps in the exchange of gas. Allantois ന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, കോറിയോൺ ഔട്ടർമോസ്റ്റ് മെംബ്രെയിൻ ആണ്. കോറിയോണിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസ്. കാരണം കോറിയോണ് കോഴിമുട്ടയുടെ തോടുമായിട്ട് ചേർന്ന് വരുന്നതാണ് കോറിയോൺ. കോഴിമുട്ടയുടെ തോടിന്റെ പ്രത്യേകത എന്താണ്? പോറസ് ആണ്. പോറസ് മീൻസ് അതിൽ ധാരാളം ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. അപ്പൊ അതുവഴി റെസ്പിറേറ്ററി ഗ്യാസ് കോറിയോണിൽ വരുന്നു. കോറിയോണിൽ നിന്നും ഇറ്റ് ക്യാൻ ബി എക്സ്ചേഞ്ച് ടു അലൻറ്റോയ്സ് and this allantois is having contact with the developing heart of the chick embryo. So മുട്ട വിരിയുമ്പോഴേക്കും അലൻറ്റോയ്സ് സർക്കുലേഷൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്യും. മുട്ട വിരിയുന്നത് വരെയും the allantoic blood vessels are connected to the heart and it helps in the exchange of gases. And the allantois dries up and finally gets separated from the body of chick. ചിക്കിന്റെ ബോഡിയിൽ നിന്നും finally it get separated. So these four are the embryonic membranes. ഇനി അമ്നിയോണും നാല് എംബ്രിയോണിക് മെംബ്രെയിൻസിന്റെ പേര് പറഞ്ഞു. അമ്നിയോൺ, എംബ്രിയോട് ചേർന്ന് കിടക്കുന്ന അമ്നിയോൺ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ട്, അത് ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യും. കോറിയോൺ എംബ്രിയോയിൽ നിന്ന് ഏറ്റവും ദൂരെ കാണുന്നത്, മുട്ടത്തോടിനോട് ചേർന്ന് കാണുന്നതാണ് കോറിയോൺ. ക്ലീഡോയിക് എഗ്, ക്ലീഡോയിക് കോറിയോൺ, ഷെല്ലിനോട് ചേർന്ന് കാണുന്നതാണ് കോറിയോൺ. കോറിയോണിന്റെ ഫംഗ്ഷൻ എന്താണ്? ഷെല്ലിനോട് ചേർന്ന് കാണുന്നത് കൊണ്ട് ഗ്യാസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കോറിയോൺ. അമ്നിയോൺ എംബ്രിയോടെ ചേർന്ന്, കോറിയോൺ മുട്ടത്തോടിനോട് ചേർന്ന്. അപ്പോ കോറിയോൺ helps in exchange of gases. Then amnion, shock absorber. Allantois is the intermediate structure. Sorry, next is yolk sac. Yolk sac എന്ന് പറയുന്നത് ഫുഡ് റിസർവ് ആയ ന്യൂട്രിയൻസിന് ആണ് യോക്ക് സാക്ക് എന്ന് പറയുന്നത്. യോക്ക് സാക്കിൽ നിന്നും ആവശ്യത്തിനുള്ള ഫുഡ് യോക്ക് സാക്ക് സ്റ്റോക്ക് വഴി എംബ്രിയോയുടെ മിഡ്ഗട്ടിലോട്ട് എത്തുന്നു. The allantois is the intermediary structure, or it is the important membrane which is having contact with all the other extra embryonic membrane. എല്ലാ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിനുമായിട്ട് കോണ്ടാക്ട് ഉള്ള ഒരു എക്സ്ട്രാ എംബ്രിയോണിക് സ്ട്രക്ചർ ആണ് കോറിയോൺ. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് സീറോസ. Then amnion and chorion are made up of ectoderm and somatic layer of mesoderm. ഇവർ തമ്മിലുള്ള ഇതെന്താണ്? ദിസ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആണ്. ഐ കൻ നോട്ട് ദാറ്റ് amnion and chorion are made up of ectoderm, extra embryonic ectoderm and somatic layer of mesoderm, while the yolk sac and allantois are made up of, you can note it down കേട്ടോ, യോക്ക് സാക്കും അലൻറ്റോയ്സും ഉണ്ടായിരിക്കുന്നത് ഇറ്റ് ഈസ് ഫ്രം ദ എക്സ്ട്രാ എംബ്രിയോണിക് എൻഡോഡേം ആൻഡ് സ്പ്ലാങ്ക്നിക് ലെയർ ഓഫ് മീസോഡേം. അമ്നിയോണും കോറിയോണും ഉണ്ടായിരിക്കുന്നത് എവിടെ? ദാറ്റ് ഇസ് ദിസ് പോയിന്റ്. അമ്നിയോൺ ആൻഡ് കോറിയോൺ ആർ മെയ്ഡ് അപ്പ് ഓഫ് ectoderm and somatic layer of mesoderm. This point you can note it down. This point. Amnionum chorionde are made up of extra embryonic ectoderm and somatic layer of mesoderm, while the yolk sac and allantois are made up of extra embryonic endoderm and splanchnic layer of mesoderm. Now this is how the development of the extra embryonic membrane happens.
I've told you before, that is the development of the head fold. That is, the somatic layer of mesoderm and ectoderm are collectively called the somatopleure, while the splanchnic layer of mesoderm and endoderm form the splachnoplure. This also you can, if you want, you can note it down. The development of extraembryonic membranes. Here you can see the yolk, then the head fold. This is the embryo, and this is the head fold and the tail fold. The head fold എന്ന് പറയുന്നത് head region of the embryo, and this is the tail fold, and this is the embryo proper. ഇത്രയേ ഉള്ളൂ ബ്ലാസ്റ്റോഡെസ്കിൽ അല്ലേ. ബാക്കി യോക്ക് നിറഞ്ഞിരിക്കുകയാണ്. I have always said this is a megalethethal egg. Avian egg എന്ന് പറയുന്നത് ഒരു megalethethal egg ആണ്. അപ്പോൾ മെഗാലെസീത്തൽ എഗ്ഗിൽ ഇതാ യോക്ക് നിറഞ്ഞ് കാണും. എംബ്രിയോ ഇതാണ് നമ്മുടെ ബ്ലാസ്റ്റോഡിസ്ക് എന്ന് പറയുന്ന റീജിയൻ. ഈ ബ്ലാസ്റ്റോഡിസ്ക് എന്ന് പറയുന്ന റീജിയനിലാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ദിസ് ഇസ് എ ടെയിൽ ഫോൾഡ് ആൻഡ് ദിസ് ഇസ് ദ ഹെഡ് ഫോൾഡ്. എക്സ്ട്രാ എംബ്രിയോണിക് സൊമാറ്റോപ്ലിയൂർ, ആൻഡ് ദിസ് ഇസ് ഓൾസോ an important picture. The single picture will help you understand how this embryonic membranes are formed. The somatic layer of mesoderm and ectoderm is the somatopleure, and the splanchnic layer of mesoderm along with the endoderm splanchnic layer of the mesoderm is the only layer. That is, at the time of development, the blastoderm, the somatopleure and the splanchnoplure gradually spread beyond the peripherally over the yolk mass, far beyond the area where the body of the embryo is taking place. ഇതാണ് extra embryonic splanchnoplure. Splanchnoplure എന്ന് വെച്ചാൽ mesoderm along with the endoderm. Then the embryo proper begins to be undercut by a series of fold, that is embryonic region known as the peripheral extra embryonic coelom. And after the formation of the body folds, the somatopleure and splanchnoplure of the chick develop into 4 extra embryonic membranes. അങ്ങനെ 4 extra embryonic membrane. It is formed from this. This I have already told. The yolk sac formation. Yolk sac is the first extra embryonic membrane. Yolk sac is the first extra embryonic membrane to make its appearance. അല്ലേ? ആദ്യത്തെ എക്സ്ട്രാ എംബ്രിയോണിക് മെമ്പറൈൻ എന്ന് പറയുന്നത് യോക്ക് സാക്ക് തന്നെയാണ്. കാരണം ന്യൂട്രിയൻസ് എംബ്രിയോയ്ക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ട്. ബ്ലാസ്റ്റോഡം എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഇറ്റ് ഈസ് ഫോംഡ്, ആൻഡ് ദ യോക്ക് സാക്ക് ഇസ് കണക്റ്റഡ് ടു ദ ഡൈജസ്റ്റീവ് tract or the midgut of the developing embryo to get the nutrients from the yolk sac. And the digestion of yolk is done by the endodermal lining of the yolk sac. അതിനകത്ത് തന്നെ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന യോക്ക് ഡെവലപ്പിംഗ് എംബ്രിയോ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞിന് അത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ endodermal lining of the yolk sac helps the digestion of yolk with the help of appropriate enzyme. ഈ യോക്ക് സാക്കിനകത്ത് യോക്ക് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നു. എംബ്രിയോയ്ക്ക് യോക്ക് സാക്കിൽ നിന്നും ന്യൂട്രിയൻസ് ഡൈജസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എൻസൈംസ് യോക്ക് സാക്കിന്റെ വാളിൽ അല്ലെങ്കിൽ എൻഡോഡെർമൽ ലൈനിങ്ങിലാണ് ഉള്ളത്. ആൻഡ് ദ എൻറ്റയർ എംബ്രിയോണിക് മെമ്പറൈൻ ഫുള്ള് മഞ്ഞക്കരുവും യൂട്ടിലൈസ് ചെയ്ത് തീർക്കണമെന്നില്ല, കുറച്ച് ബാക്കി കാണും. After 6 days, അതായത് കോഴിക്കുഞ്ഞ് വിരിഞ്ഞതിന് ശേഷവും during the first 6 days after hatching, the resorption of the remaining part of the yolk is completed from the newly hatched. പുതുതായിട്ട് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞിന്റെ ബോഡിയിൽ ഒരു 6 ദിവസം വരെയും ഈ യോക്ക് സാക്കിൽ നിന്നും it will continue utilizing its yolk. And this is the picture showing the extra embryonic membranes. Here you can see developing embryo. അതാണ് embryo വലുതാകുന്ന അനുസരിച്ച് here you can see the
allantois. Then you can see the yolk sac. But yolk sac kando ആദ്യം വലുതായിരിക്കും. Extra embryonic membrane yolk sac will be very big in the initial stages. Slowly അത് എംബ്രിയോ വളരുന്നതനുസരിച്ച് അല്ലേ. ഇവിടെ നിന്ന് എന്താണ് ഈ എംബ്രിയോ കുറച്ചുകൂടെ വളർന്നു, ഈ കോഴിക്കുഞ്ഞ് കുറച്ചുകൂടെ വളർന്നതാണ്. അപ്പോൾ യോക്ക് അളവ് കുറഞ്ഞു. ഇനി എന്താണ് കോഴിക്കുഞ്ഞ് കുറച്ചുകൂടെ വളരുമ്പോഴേക്കും വാട്ട് ഹാപ്പൻസ്, യോക്കിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. I have told the development of the extra embryonic membranes, the allantois, how the allantois is formed and how this allantois is having contact with the embryo through the hindgut region. Functions of extra embryonic membrane. Yolk sac, I said, spreads over large amount of yolk and helps in giving food or nutrients to the developing embryo. Then the functions of amnion and chorion. Then amnion, protection, chorion, respiration. Then allantois acts as a reservoir of the excretory waste. Chorion helps in the exchange of the respiratory gases and allantois acts as a food reservoir for the excretory waste. Allantois നകത്താണ് എന്താണ് excretory waste, developing embryoയിലുള്ള excretory waste will be stored inside this allantois. എന്നിട്ട് കോഴിമുട്ട വിരിയുമ്പോഴേക്കും കോഴിക്കുഞ്ഞ് വിരിയുമ്പോഴേക്കും കുറച്ചൊരു വാട്ടറി കണ്ടന്റും കൂടി പൊട്ടി പുറത്തേക്ക് പോകും. That is from this allantois. So it is stored and the excretory waste is stored in the form of urea. ഇല്ലേ, nitrogenous waste മൂന്നെണ്ണം ഉണ്ട്, യൂറിയ, യൂറിക് ആസിഡ് ആൻഡ് അമോണിയ. അല്ല യൂറിയയാണ് ലെസ് പോയ്സണസ് അല്ലെങ്കിൽ കൂടുതൽ നേരം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ കോഴിമുട്ടയ്ക്കകത്ത് ഡെവലപ്മെന്റ് നടക്കുന്ന ഓർഗാനിസത്തിനെല്ലാം തന്നെയും എക്സ്ക്രീറ്ററി വേസ്റ്റ് യൂറിയയുടെ ഫോമിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. യൂഷ്വലി ഇറ്റ് ഈസ് യൂറിയ ഇല്ലേ. പക്ഷെ ബേർഡ്സ് എന്താണ്, ദിസ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. കോഴിമുട്ടയ്ക്കകത്ത് കോഴിക്കുഞ്ഞ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും മുട്ടയ്ക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന എന്താണ് എക്സ്ക്രീറ്ററി വേസ്റ്റ്, ദാറ്റ് ഈസ് ദി യൂറിയ, ബിക്കോസ് ഇറ്റ് ഇസ് ലെസ് പോയ്സണസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് in the body for some time. But the ബേർഡ്സിന്റെ കേസിൽ അല്ലെങ്കിൽ ബേർഡ്സിന്റെ നൈട്രോജനസ് വേസ്റ്റ് ഏതാണ്, യൂറിക് ആസിഡ് ആണ്. പക്ഷെ മുട്ടത്തോടിനകത്തായിരിക്കുമ്പോൾ നൈട്രോജനസ് വേസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോർ ചെയ്യുന്നത് യൂറിയയുടെ ഫോമിലാണ്. ബേർഡ്സിന് യൂറിക് ആസിഡ്, കാരണം വാട്ടർ മാക്സിമം കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. Now we'll have a look at the development of chick in different days from day 1 to day 21. In day 1, in day 1 of the chick embryo, the eyes will start developing. The eyes. Day 1 of the incubation le oru divasam aguna kolikkunnu, that is 24-hour chick, the eyes begin to form. Day 2 ആകുമ്പോഴേക്കും ഡിസ്റ്റിങ്ക്ട് ആയിട്ട് കാണുന്ന ചേഞ്ചസ് ആണ്. ദ ഹാർട്ട് ബിഗിൻസ് ടു ബീറ്റ്, ഹാർട്ട് അപ്പിയർ ചെയ്യും. ദെൻ ഡേ 5 പ്രോമിനന്റ് ആയിട്ടുള്ള ചേഞ്ചസിൽ ഇൻ ഡേ 5 ദി ഫോർമേഷൻ ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് ഡിസ്റ്റിങ്ക്ട് ചെയ്യാം അറ്റ് ദ ഡെവലപ്മെന്റ് ഓർ ഡേ 5 ഓഫ് ദി എംബ്രിയോ. And in day 8 the feathers begin forming. Feathers start developing at day 8, and at day 10 the beak started to harden. 10 days ആകുമ്പോഴേക്കും beak ചുണ്ട് കട്ടിയാകാൻ തുടങ്ങും. day 12 ആകുമ്പോഴേക്കും toes will be fully formed, കാലൊക്കെ ഫോം ചെയ്യും. Day 14 the embryo turns head towards the end of the egg. Blunt egg, blunt end, രണ്ട് end ഉണ്ട്, ഒരെണ്ണം പോയിന്റഡും ഒരെണ്ണം ബ്ലണ്ടും ആണ്. സോ ഡേ 14 ആകുമ്പോഴേക്കും എംബ്രിയോ ടേൺസ് ഹെഡ് ടുവേർഡ്സ് ദ ബ്ലണ്ട് എൻഡ് ഓഫ് ദി എഗ്. അവിടെ നിന്നാണ് ഹാച്ച് ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എംബ്രിയോയുടെ ഹെഡ് ബ്ലണ്ട് എൻഡിലേക്ക് Day 15, the small intestines
taken into the body. And in day 16, the fully covered, the body 16 days the embryo inside the shell, it is covered with feathers, and in day 18, the growth is nearly completed. Day 19, the yolk sac is drawn into the body. Yolk sac, കാരണം day 19 ആകുമ്പോഴേക്കും yolk sac ഏകദേശം ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് yolk sac ബോഡിക്ക് അകത്തോട്ട് അത് എടുക്കാൻ തുടങ്ങും. ദാറ്റ് ഇസ് വൈ ഐ സെഡ് yolk sac എന്താണ് ഡെവലപ്മെന്റ് കഴിഞ്ഞ് മുട്ട വിരിഞ്ഞതിന് ശേഷം 6 ദിവസവും മുട്ട വിരിഞ്ഞതിന് ശേഷം 6 ദിവസം വരെയും yolk sac-ൽ നിന്നും അത് ന്യൂട്രിയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ദ റീസൺ. അപ്പോൾ ഡേ 19 ആകുമ്പോഴേക്കും the yolk sac is drawn into the body. കുഞ്ഞിന്റെ ബോഡിക്ക് അകത്തേക്ക് അത് എടുക്കും. മുട്ട വിരിഞ്ഞ ഒരു 6 ദിവസം വരെയും അത്യാവശ്യം വേണ്ട ന്യൂട്രിയൻസ് അതിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. Now, day 20, the embryo becomes chick and starts breathing air in air cell of the egg. Day 20 ആകുമ്പോഴേക്കും the embryo becomes chick. ഫുള്ളായിട്ട് കോഴിക്കുഞ്ഞാകുന്നു. Day 21 ആകുമ്പോഴേക്കും the chick will hatch. 21 ദിവസമാണ് സാധാരണ ഒരു കോഴിക്കുഞ്ഞ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. Then next is, this is the day 1. Day 1 എടുത്തു കഴിഞ്ഞാൽ now I'll show you a series of all these pictures. Day 1. Day 1-ൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും മുട്ടയുടെ മേളിൽ കാണാനായിട്ട് പറ്റില്ല. It will be almost like this. This is the day 1 of the egg. Day 2 ആവുമ്പോഴേക്കും ബ്ലാസ്റ്റോഡേം ചെറുതായിട്ട് ഡിസ്റ്റിങ്ക്ട് ചെയ്ത് അറിയാൻ പറ്റും. This is day 2 of the developing chick. Day 3 മൂന്നാമത്തെ ദിവസം ആവുമ്പോഴേക്കും ഞാൻ പറഞ്ഞു ഏരിയ എന്താണ് നമ്മുടെ ബ്ലാസ്റ്റോഡേം ഡിസ്റ്റിങ്ക്ട് ആയിട്ട് അറിയാൻ പറ്റും. ഏരിയ പെലൂസിഡായും ഏരിയ ഒപ്പേക്കയായിട്ടും ഏരിയ പെലൂസിഡായും ഏരിയ ഒപ്പേക്കയായിട്ട് ഡിസ്റ്റിങ്ക്ട് ചെയ്ത് അറിയാൻ പറ്റും. ഇവിടെ നിന്നാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. Day 4. Day 4 ആകുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു എന്താണ് Day 4 ആകുമ്പോൾ കണ്ണും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കും. So during day 4, the embryo is developed, and here you can see the blood capillaries are spread towards. കണ്ടോ, 4-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ചിക്കിന്റെ ഏകദേശം അത് എംബ്രിയോയുടെ ഒരു ആക്സസ് ഒക്കെ ഇന്നലത്തെ നമ്മൾ 24-hour ചിക്ക് എംബ്രിയോ പറഞ്ഞപ്പോൾ തന്നെ എന്താ പറഞ്ഞത് 24 മണിക്കൂർ ആകുമ്പോൾ തന്നെയും ആക്സസ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇപ്പൊ ഇവിടെ ഒരു എംബ്രിയോയുടെ ഒരു ഏകദേശം ഒരു അപ്പിയറൻസ് ഒരു എംബ്രിയോയുടെ അപ്പിയറൻസ് you can see here. So that is day 4 ആകുമ്പോഴേക്കും it will be like this. Here you can see കണ്ടോ blood capillaries വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ബ്രാഞ്ച് ചെയ്തിട്ട് it is moving towards the yolky region. യോക്കിലോട്ട് blood capillaries നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഈ യോക്കിൽ നിന്നാണ് blood capillaries വഴി എംബ്രിയോയ്ക്ക് ന്യൂട്രിയൻസ് റിസീവ് ചെയ്യുന്നത്. Day 5. Day 5 ആകുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു എന്താണ് യോക്ക് യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങി. എംബ്രിയോയുടെ ചുണ്ടും കണ്ണും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഐസും ബീക്സും സ്റ്റാർട്ടഡ് ഹാർഡനിങ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് യൂട്ടിലൈസിങ് ദ യോക്ക്. യോക്കിന്റെ യൂട്ടിലൈസേഷൻ കുറയാണ്. സോറി, യോക്കിന്റെ യൂട്ടിലൈസേഷൻ കൂടുന്നതാണ്, യോക്കിന്റെ അളവ് കുറയുന്നു. Day 5 ആകുമ്പോഴേക്കും. Day 6. 6-ാമത്തെ ദിവസമാകുന്ന chick embryo. Here you can see the eyes, yolk. ഇവിടെ സ്പേസ് എന്താണ് the extra embryonic membranes എല്ലാം സ്റ്റാർട്ട് ചെയ്യും ഡെവലപ്പ് ചെയ്യാനായിട്ട് പതുക്കെ. This is known as the amniotic fluid. എംബ്രിയോടെ ചേർന്ന് കാണുന്നത് you can see here the amniotic fluid. ഇങ്ങനെ ഒരു സ്പേസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. Day 7. ഓൾമോസ്റ്റ് കണ്ണും ഹാർട്ടും ബീക്കും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിയും. യോക്കിന്റെ അളവ് കണ്ടോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എംബ്രിയോ വളരുന്ന അനുസരിച്ച് ദി amount of yolk is also lessened. Day 8. Day 8 ആകുമ്പോഴേക്കും കോഴിക്കുഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത വലിയ കണ്ണ്. Here you can see the eyes of the embryo ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണ്. എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് എല്ലാം ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്താണ് this is the yolk sac.
എംബ്രിയോയുടെ തൊട്ട് ചേർന്ന് കാണുന്നതാണ് ദ amnion, chorion and allantois. കോറിയോണ് ഏറ്റവും പുറത്ത് കാണുന്നത്. യോക്കിന്റെ അളവ് ഡേ 8 ആയപ്പോഴും കുറഞ്ഞു വരികയാണ്. എംബ്രിയോ വളർന്നുകൊണ്ടിരിക്കുകയാണ്. യു ക്യാൻ സീ ഹിയർ ദ എംബ്രിയോ embryo is growing. This is day 8 embryo. Day 8 embryo and next is day 9. 9th day ആകുമ്പോഴേക്കും കണ്ടോ ഈ ബ്ലഡ് വെസൽസ് എല്ലാം വളരെ എന്താണ് കൂടുതൽ ബ്ലഡ് ന്യൂട്രിയൻസ് സപ്ലൈ കൂടുതലാണ്. കാരണം എന്താണ് എംബ്രിയോ വളരുകയാണ്. 9ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇത്രയും വലുതായി കുഞ്ഞ്. അപ്പൊ ഇത്രയും വലുതാകുമ്പം അത്രയും ഫുഡ് വേണം എന്നുള്ളത് കൊണ്ട് ന്യൂട്രിയൻസ് ബ്ലഡ് വെസൽസ് ഹൈലി ബ്രാഞ്ച്ഡ് large blood vessels are there which covers this yolk sac. Yolk sac എന്ന് പറയുന്നത് ഇതാണ്. ഡേ 9ൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് യു ക്യാൻ സീ ദ yolk sac here. അപ്പോൾ ഈ yolk sac-ലോട്ട് എംബ്രിയോയിൽ നിന്ന് ബ്ലഡ് വെസൽസ് എല്ലാം പോവുകയാണ്. Here slight that you can see this is connected to the midgut region of the embryo. ഹെഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയി കണ്ണുണ്ട്, ബീക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് എംബ്രിയോയുടെ ചുറ്റും എന്താണ് ഒരു ഫ്ലൂയിഡ് മീഡിയം is there. It helps as a shock absorber. ധാരാളം ബ്ലഡ് വെസൽസ് കാണും അത്രത്തോളം ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. Now it is day 10. Day 10 എംബ്രിയോ കണ്ടോ ബീക്ക് ഇത് വേറൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ആയതുകൊണ്ട് യു ക്യാൻ സീ ദ ബീക്ക് ഹിയർ. കോഴിക്കുഞ്ഞിന്റെ ബീക്ക് it's very prominent, it's very harden ചെയ്ത് കഴിഞ്ഞു ബീക്ക്. കണ്ണൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ധാരാളം ഇത്രയും കുഞ്ഞാണ് കണ്ടോ. അതാ ഞാൻ പറഞ്ഞു ഓൾവേസ് ഐ സേ മെഗാലെസീത്തെ ലെഗ് ആകുമ്പോൾ എന്താണ് യോക്കാണ് കൂടുതൽ. ആകെ ഒരു ടോഡോം റീജിയനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇച്ചിരിയും ഉള്ള ഒരു ഡിസ്ക് ലൈക്ക് റീജിയനിൽ നിന്നാണ് ഇത്രയും വലിയ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ കോഴിക്കുഞ്ഞിങ്ങനെ മേളിലിരിക്കുകയാണ് കോഴിമുട്ട. അപ്പൊ നമ്മൾ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ആ ചെറിയ പാട പോലത്തെ ഡിസ്ക് ലൈക്ക് റീജിയനിൽ നിന്നാണ് ഇത്രയും ഒരു വലിയൊരു കോഴിക്കുഞ്ഞ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ദ ബ്ലഡ് വെസൽസ് യു ക്യാൻ സീ ദ ലെഗ്. ഇവിടെ കോഴിക്കുഞ്ഞിന്റെ കാല് കാണാം. യു ക്യാൻ സീ ദ ലെഗ്, ദ ടെയിൽ ബഡ്, ദി ബീക്ക് is hardened, eyes, head is fully formed. അല്ലേ ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് ന്യൂറൽ ഫോൾഡ് ആണ്. ഹെഡ് fully formed ആണ്. The blood capillaries are richly covering the yolk and it's giving nourishment to the embryo. ഇവിടെ day 11 11ാമത്തെ ദിവസം ആകുമ്പോഴേക്കും the embryo is seen and here you can see I said amnion ഉണ്ട്, chorion ഉണ്ട്. This is the yolk sac. ഇല്ലേ ഇതാണ് yolk sac എന്ന് പറയുന്നത്. And this is the chorion which is helps in the exchange of respiratory gases for the developing embryo. Allantoids-നകത്ത് എന്താണ് excretory waste, it is stored in the body of the allantois. Excretory waste is stored in the allantois. When the egg hatches, it is given out. This is day 12. Day 11, 12 ഒക്കെ ആകുമ്പോഴേക്കും intense growth 15 days കഴിയുമ്പോഴേക്കും പിന്നെ ഫാസ്റ്റ് ആയിട്ട് തൂവലെല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ബീക്ക് ഹാർഡൻ ചെയ്യും. കാലിലെ നെയിൽസ് ഒക്കെ പ്രോമിനന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഡെവലപ്പ് ഓൾ ദി സ്ട്രക്ചേഴ്സ്. ഇപ്പൊ ഏകദേശം എന്താണ് അതിന്റെ ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ബീക്ക് ഇസ് ഹാർഡൻ, ലെഗ്സ് ആർ ഹാർഡൻ എക്സെട്ര. ആൻഡ് ഡേ 13 ഒക്കെ 10 days കഴിയുമ്പോഴേക്കും കോഴിക്കുഞ്ഞിന്റെ ഫെദേഴ്സ്, യു ക്യാൻ സീ ദ feathers started appearing. You can see the feathers. ഇല്ലേ കോഴിക്കുഞ്ഞിന്റെ തൂവൽ. Here you can see small feathers started appearing. So always remember, see blastodisc, നമ്മുടെ കുഞ്ഞ് ബ്ലാസ്റ്റോഡിസ്കിൽ നിന്നാണ് ഇത്രയും വലിയൊരു കോഴിക്കുഞ്ഞ്. ബ്ലാസ്റ്റോഡിസ്കിൽ നിന്ന് മാത്രമാണ് ഈ കോഴിക്കുഞ്ഞ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇത് യോക്ക് സാക്കിലോട്ട് ബ്ലഡ് കാപ്പിലറീസ് എല്ലാം ഉണ്ട്. അതിങ്ങനെ ചുറ്റി ഇരിക്കുകയാണ്. യോക്ക് സാക്കിൽ നിന്ന് കോഴിക്കുഞ്ഞിന് എന്താണ് ന്യൂട്രിയൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. Feathers started developing. Here you can see small feathers on the body of this bird. Eyes, beak,
legs, etc. Day 14, 13 എല്ലാം ഒരുപോലെ ഫെദേഴ്സും ലെഗ്സും ഒക്കെ കാണും. Day 15 ആകുമ്പോൾ prominently you can see എന്താണ് ഓൾമോസ്റ്റ് നമ്മൾ വെളിയിൽ കാണുന്ന ഒരു കോഴിക്കുഞ്ഞിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ആകും. Day 15 ആകുമ്പോഴേക്കും 15 കഴിയുമ്പോഴേക്കും the development or the growth of the embryo is very fast. The growth of the embryo is very fast after this development. Sorry, after the day 15. The beak is developed, almost fully formed. Day 16, I must see the yolk is less. The amount of yolk is very less. കാരണം എന്താണ് എംബ്രിയോ ഇപ്പോൾ ഫുള്ളായിട്ട് വളർന്നു കഴിഞ്ഞു. അപ്പോൾ യോക്ക് സാക്ക് ഒരു റെമനന്റ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ amnion and it is protected inside the chorion. Then day 17 ആകുമ്പോഴേക്കും the embryo ഏകദേശം ചുണ്ടൊക്കെ you can see the embryo is almost completing its developing. 17 ഒക്കെ 15 കഴിഞ്ഞാൽ the development is very fast. 18, see the yolk sac is very less. The chick has completed its almost the full appearance of the chick. You can see here the beak, the eyes, the yolk is present here. The feathers have developed, the tail but everything is developed, and day 19 the complete development is over. And by day 19 you can see the eyes will be slightly open, and I said day 19 കഴിയുമ്പോഴേക്കും after day 19 the eyes will be slightly smaller and eyes will be open. അതുവരെ കണ്ണത് full ആയിട്ടും അടച്ചായിരിക്കും വെച്ചിരിക്കുന്നത്. After day 19, from day 19 it starts slightly എന്താണ് ആ black color, it's closed and the eyes will become more prominent. The nails has started developing. കാലിൻ്റെ നഖങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. ഫുള്ളായി 15 days കഴിയുമ്പോഴേക്കും ഒരു എംബ്രിയോയുടെ പ്രോപ്പർ അപ്പിയറൻസ് ആകും. പിന്നെയുള്ള ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഡേ 19, ഡേ 20. ഇപ്പോൾ ഡേ 19 ആകുമ്പോഴേക്കും ഡേ 19 കഴിഞ്ഞ് 20 എത്തുമ്പോഴേക്കും എഗ്ഗിൻ്റെ ബ്ലണ്ട് എൻഡിലോട്ട് ടുവേർഡ്സ് ബ്ലണ്ട് ആൻഡ് ഹെഡ് റീജിയൻ തിരിച്ച് എന്താണ് ബ്ലണ്ട് എൻഡിലോട്ട് തിരിയും for the hatching of the egg and the emerging of the shell. പല്ല് ഉപയോഗിച്ച് അല്ലെങ്കിൽ കോഴിക്കുഞ്ഞ് മുട്ടത്തോടിനകത്തിരുന്ന് തന്നെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു തല തിരിഞ്ഞ് ബ്ലണ്ട് എൻഡ് പോയിന്റഡും ബ്ലണ്ടും എൻഡ് ബ്ലണ്ട് എൻഡിലോട്ടാണ് ഹെഡ് റീജിയൻ തിരിയുന്നത്. ബ്ലണ്ട് എൻഡിലോട്ട് ഹെഡ് റീജിയൻ തിരിഞ്ഞതിന് ശേഷം 21 days കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും കോഴിക്കുഞ്ഞകത്തിരുന്ന് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തും. The chick peeps through the shell and it begins breathing. അവിടെ നിന്ന് ആ ചെറിയൊരു ഓട്ട ഇട്ടിട്ട് അതുവഴി അത് ബ്രീത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുവഴി കോറിയോൺ വഴിയായിരിക്കും. ആഫ്റ്റർ മേക്കിംഗ് എ ഹോൾ ഇൻ ദ ഷെൽ ദ ചിക്ക് സ്റ്റോപ്സ് ആൻഡ് റീസെറ്റ്സ് ഫോർ 3 to 8 hours. ഒരു ചെറിയ ഹോൾ ഇട്ടതിന് ശേഷം ഒരു 3-4 മണിക്കൂർ അതുവഴിയായിരിക്കും റെസ്പയർ ചെയ്യുന്നത്. ചിക്ക് വിൽ ബി റെസ്പയറിംഗ് ത്രൂ ദിസ് സ്മോൾ ഹോൾ. കോഴിക്കുഞ്ഞ് തന്നെ അകത്തിരുന്ന ഒരു കുഞ്ഞ് ഒട്ട ഇട്ടിട്ട് അതുവഴി തന്നെ അത് റെസ്പയർ ചെയ്യും. പിന്നെ ഇറ്റ് കട്ട്സ് ദ എഗ് ക്യാപ്പ്. പതുക്കെ എന്താണ് കോഴിമുട്ടയുടെ തോട് അകത്തിരുന്ന് കുറേശ്ശെ കുത്തി പൊട്ടിച്ചിട്ട് ഒരു പതുക്കെ അത് തന്നെ പൊട്ടിച്ച് the chick will come out. Then after emerging from the shell the chick is it's very inactive. It will take almost 8 to 20 hours for the chick to dry. Till that it will remain under the body of the mother hen. And day 21 ആകുമ്പോഴേക്കും that's properly developed. So day 21 ആകുമ്പോൾ a fully developed chick is ready and it will be active. Day 21 hatch ചെയ്ത് കഴിഞ്ഞ് 8 hours കഴിയുമ്പോഴേക്കാണ് അത് ആക്റ്റീവ് ആവാനായിട്ട് തുടങ്ങുന്നത്. So this is what which is we conclude the development of chick from day 1 to day 21. So always I say that from the small blastoderm, all the cleavage has started and the fully fledged embryo is developed or a fully fledged chick is formed. With this I conclude today's session and I thank you for your listening.
അയ്യോ ഇതെന്നാ പിടിച്ചു കളയുന്നു. ഇതെന്നാ കോരി 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 എന്ന് പണിയതല്ലേ. കോഴി കോഴി